നമ്മുടെ കണ്ണൻ സാങ് അല്ല, കണ്ണൻ സായി ബഹിരാകാശത്താണ് പുതിയ വീട് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റിയത്. കാരണം അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് പോയി വരാൻ ബുദ്ധിമുട്ടാണ് ഇത്ര. സോ കമന്റോളികൾ ഇരക്കൽ പറഞ്ഞ അണ്ണൻ പുതിയൊരു വീഡിയോ തന്നെയായിരുന്നു. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ബാ. കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ഇട്ടില്ല. ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കൺഗ്രാചുലേറ്റ് ചെയ്തില്ല. ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് ആരുടെ ഇത് ജിൻഡോക്ക് കപ്പ് കിട്ടിയില്ല എന്നിട്ട് സീക്രട്ട് ഏജന്റ് അടുത്ത് പോസ്റ്റ് ഇടാൻ പറഞ്ഞത്? അത്രയും ഗതികെട്ടവൻ ആരാണ്? ഇപ്പൊ സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ എന്താ കപ്പ് കൊടുക്കില്ലേ? അതാണല്ലേ ജിൻഡോ എയർപോർട്ടിൽ വരാൻ വൈകിയത്. അതാണ് കാരണം സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ഇട്ടില്ല പറഞ്ഞിട്ട് ബിഗ് ബോസ് കപ്പ് കൊടുക്കാൻ വൈകി. അതാ പറ്റിയത് വൈകി. ഇനിയിപ്പോ ജിൻഡോക്ക് പത്മശ്രീ പോലത്തെ വല്ല അവാർഡ് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം നോമിനേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ അണ്ണനാണല്ലോ. ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് ദേഷ്യം. സീക്രട്ട് ഏജന്റിനും ജിൻഡോയ്ക്കും ലൈക്ക് നിങ്ങള് പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് വന്നാണ് എനിക്കറിയാൻ പാടില്ല. പിന്നെ മറ്റേ വീടിനകത്തിരുന്ന് പറഞ്ഞ സാധനം അതൊക്കെ ഉണ്ടാവും, റീലും സാധനമൊക്കെ ആയിട്ട് കുത്തിക്കയറ്റി വരുന്നുണ്ട്. അങ്ങനെ രസമാണ്, ഫണ്ണാണ്. പിന്നെ ആ വീട്ടിൽ കഴിഞ്ഞ് പുല്ല് അവിടെ ഇട്ടിട്ട് പോകുന്നു. പിന്നെ രസമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ ഈ കമന്റ് ബോക്സിന് അങ്ങനെ ഇപ്പൊ രസമായിട്ടാ കാണുന്ന വെച്ച് പിന്നെ എന്തിനാ ഇവിടെ വന്ന് കരഞ്ഞ് മെഴുകണേ? ക്രൈമോർ തുല്യന്റെ പൊന്നി കേരളം മൊത്തം ചർച്ച ചെയ്യുന്നത് സൈബർ ബുള്ളിങ്ങും ഈ കമന്റ് ബോക്സിൽ വരുന്ന കമന്റും. ചിലർ ഇത് പേടിച്ചിട്ട് കമന്റ് ഓഫ് ആക്കി വെച്ചതും പിന്നെ ആ കുട്ടികളുടെ ലൈഫ് പോയതൊക്കെ ലൈക്ക് സൈബർ ബുള്ളിങ് ഓൺ കമന്റ് ബോക്സ് ഈ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, സൈബർ ബുള്ളിങ് അല്ല, സൈബർ എരക്കൽ, എഴുന്നോണ്ടിരിക്കുന്ന സൈബർ എരക്കൽ കമന്റ് ബോക്സിൽ. എരക്കലാണോ? ഒന്ന് നമുക്ക് അണ്ണന്റെ കമന്റ് ബോക്സ് നോക്കാം. വീഡിയോ എനിക്ക് വലിയ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അണ്ണന്റെ കമന്റ് ബോക്സ്, ഹിയർ യു കം. ഇവന്റെ ഈ കൊണയടി കേൾക്കുമ്പോൾ ചിരി വരുന്നത് എനിക്ക് മാത്രമാണ്. കറക്റ്റ്. സ്കാർ ഉണ്ടെങ്കിൽ സീക്രട്ട് ഏജന്റ്, കാർ ഇല്ലെങ്കിൽ ജാഫർ ഏജന്റ്. വേണമെങ്കിൽ ജാഫർ ഏജന്റ് എന്നാ, ജാസ്മിൻ ഏജന്റ് എന്നാ, ബിഗ് ബോസ് ഏജന്റ് എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഇവന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവന്റെ പുച്ഛം. ഇവനെ കാണാൻ ഇവന്റെ വീഡിയോയും കാണാതിരിക്കുക. ഓക്കെ, ആരും സായിയെ കുറ്റം പറയല്ലേ, സായി കുറച്ച് കഴിഞ്ഞ കരയും. ശരിക്കും ഇവനെ കാണുമ്പോൾ ഇവന്റെ സംസാരം കേൾക്കുമ്പോൾ ചിരി വരും. അപ്പൊ കമന്റ് ബോക്സിൽ ആൾക്കാർക്കൊക്കെ വിവരമുണ്ട്. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയാറില്ലേ, എല്ലാവരുടെയും ആൾക്കാർക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ ആണ്, ഒരു കോമൺ ആയിട്ടുള്ള ഒപ്പീനിയൻ ഇല്ല. പക്ഷെ സായി കൃഷ്ണയുടെ കമന്റ് ബോക്സിൽ നമുക്കത് കാണാൻ പറ്റും, കോമൺ ഒപ്പീനിയൻ. സോ നിങ്ങൾക്ക് വല്ല ഡിപ്രഷനോ സ്ട്രെസ്സോ സ്ട്രെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തെറാപ്പിക്ക് പോയിട്ട് വെറുതെ പൈസ കളയണ്ട, നേരെ വന്നിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ കമന്റ് ബോക്സ് ഇരുന്ന് വായിക്കുക. ചിരിച്ചിരിച്ച് മനുഷ്യൻ ചാവും. ഇനിയുണ്ട്. ജിൻഡോ 6ാം തമ്പുരാൻ, സായി 6ാം വേണ്ട. ഇയാളോട് ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇയാളുടെ ഇത്രയും എത്തിച്ച ജനങ്ങളെ തന്നെ വെല്ലുവിളിച്ചപ്പോൾ അത് അങ്ങ് പോയി. സോ കറക്റ്റ് ആണ്. നമ്മൾ ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയിട്ട് ടെക് ഇൻഫ്ലുവർ, ആളുടെ പേര് ഞാൻ പറയില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ സീക്രട്ട് ഏജന്റ് ഭയങ്കര ഫ്രണ്ട് ആള് പറയണ്ടായിരുന്നു സായി ബിഗ് ബോസ് പോയപ്പോ ഭയങ്കര മിസ് ചെയ്തു. അപ്പൊ ഞാൻ വിളിച്ചു ഫ്രണ്ട് ആയിട്ട് മിസ് ചെയ്തു. അല്ലെ സായി ഇല്ലാത്തതുകൊണ്ട് ന്യൂസ് ഒന്നും അറിയില്ല. അണ്ണ പേപ്പർ വായിച്ചാൽ മതി. സീക്രട്ട് ഏജന്റ് ഇല്ലെങ്കിൽ ഇപ്പൊ അണ്ണൻ ന്യൂസ് ഒന്നും അറിയാതിരിക്കുമല്ലോ. പേപ്പർ വായിച്ചാൽ മതി. ഇനിയിപ്പോ കറണ്ട് അഫയേഴ്സ് അത്രയും അറിയാന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ ചാനൽസ് ഉണ്ട് കറണ്ട് അഫയേഴ്സിന്, പോയിരുന്ന് വായിച്ചാൽ മതി. നീ ഒരുപാട് ആളുകളുടെ ജീവിതം വെച്ച് നിന്റെ ഇഷ്ടം പോലെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം നിന്റെ നേരിൽ വന്നല്ലോ. കറക്റ്റാണ് പറഞ്ഞത്. കാരണം സായി ഇതേപോലെ സൈബർ അറ്റാക്ക്, ഇപ്പൊ സൈബർ ബുള്ളി എന്നൊക്കെ പറയണ്ടല്ലോ. സായി ഇതേപോലെ എത്ര ആൾക്കാർ മറ്റേ വീഡിയോസ് ഒക്കെ ഇരുന്ന് റിയാക്ട് ചെയ്തിട്ട് അവനവന് പറയേണ്ട കാര്യങ്ങൾ എന്തിനും മാളികപ്പുറം സിനിമയെ കുറിച്ചിട്ട് തന്നെ 6 വീഡിയോ ചെയ്യുന്നു. എന്തിനും ഒറ്റ വീഡിയോയിൽ നിർത്തിയാൽ പോരെ. സോ ഇതന്നെയാണ് കാര്യം. So he is basically an introvert and a shy person, but projecting himself as a confident alpha male in his comfort zone. Big Boss exposed his true character. Correct ആണ്. കാറിന്റെ ഉള്ളിൽ ഞാൻ എന്തോ വലുതാണ്, ഞാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ആൾ സംസാരിച്ചിട്ടുണ്ടായത്. ബിഗ് ബോസിൽ പോയപ്പോ നമ്മൾ റിയൽ സ്വഭാവം കണ്ടതാണ്. സോ ഇതിൽ എവിടെ ഒരാൾ പറയുണ്ടായിരുന്നു സായിക്ക് സ്വന്തം വീട്ടിലുള്ള പ്രശ്നങ്ങൾ പോലും തീർക്കാൻ വയ്യാത്ത ഈ സായിയാണ് നാട്ടുകാരെ പ്രശ്നം തീർക്കാൻ നിൽക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അഖിൽമാരാര് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പറയണ്ടായിരുന്നു സായി വന്നിട്ട് ഒരു പണിയും ചെയ്തിട്ടില്ല ബിഗ് ബോസിൽ. സോ അത് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം സായി അവിടെ ജയിലിലിരുന്ന് വൃത്തിക്കായിട്ട് തേങ്ങ തിരയി കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല പറയാൻ പാടില്ലല്ലോ. സോ ബാക്കി നമുക്ക് വീഡിയോ കാണാം. ഒരു പോസ്റ്റ് എന്താ ഇടാത്തെ? ജിൻഡോ കപ്പടിച്ചതിൽ എന്താ പോസ്റ്റ് ഇടാത്തെ? ഞാൻ അങ്ങനെ പോസ്റ്റ് ഒന്നും ലൈക്ക് കപ്പ് പിടിച്ച ആളൊപ്പം പോയി കെട്ടിപ്പിടിച്ച ആളെ കപ്പും പിടിച്ചിരുന്ന പോസ്റ്റ് ഒന്നും ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ. ബേസിക്കലി അങ്ങനെ ഞാൻ ചെയ്യാറില്ല. മനസ്സിലായ? എനിക്ക് അതിനകത്തുള്ളവര് കപ്പടിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എനിക്ക് എല്ലാവരും ലൈക്ക് ഞങ്ങൾ അതിലെ കണ്ടസ്റ്റൻസ് ആണ് എല്ലാവരും. നമ്മളെല്ലാവരും നല്ല നല്ല മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു രസമാണ്. അല്ലാതെ അവിടെ ഒരു എന്താ പറയാ, അത് കപ്പടിച്ച ജിൻഡോ, ഇത് കപ്പടിക്കാത്ത
അഭിഷേക്, അത് കപ്പടിച്ച ജിൻഡോ, ഇത് കപ്പടിക്കാതെ അങ്ങനെ. പിന്നെ സീസൺ 6 വിന്നർ ചോദിച്ചാൽ കപ്പടിച്ച് ജിൻഡോ തന്നെ പറയണം, അല്ലാണ്ട് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ എന്ന് പറയാൻ പറ്റുമോ? കപ്പടിച്ചാൽ കപ്പടിച്ച് തന്നെയാണ്. അത് ഇനി എല്ലാ സീസണിലും വരുമ്പോഴും ബിഗ് ബോസ് സീസൺ 6 പറയുമ്പോൾ നമ്മൾ പറയും ജിൻഡോ ആണ് വിന്നർ, അല്ലാത്തവർ കപ്പടിക്കാത്തവര് അതിനടുത്ത് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നുമില്ല. കപ്പടിച്ചാൽ ഓബിയസ്ലി ഹീസ് എ വിന്നർ. അയാൾ വിന്നറാണെങ്കിൽ അയാളെ കണ്ട് കെട്ടിപ്പിടിച്ച് അതിന് സന്തോഷം പ്രകടിപ്പിച്ച് ഉമ്മയും വെച്ച് പോന്നു. അല്ലാതെ എനിക്കത് 10 സ്ഥലത്ത് പോസ്റ്റ് ഇട്ടിട്ടോ അയ്യോ ജിൻഡോക്ക് കപ്പടിച്ച് ബുക്ക് നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിജോക്ക് കപ്പ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. സിജോ പോയപ്പോ പിന്നെ അത് അഭിഷേക് ഒരു അർജുൻ, ജിൻഡോരൊപ്പം നിന്നത് അർജുനായിരുന്നു. അപ്പോഴും ഞാൻ സ്റ്റില്ലായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് അർജുന് കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. നമ്മളെ പേഴ്സണൽ ആഗ്രഹങ്ങളാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ജിൻഡോക്ക് കപ്പ് കിട്ടിയതിലൊരു എക്സൈറ്റ്മെന്റ് എനിക്ക് വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ സാധനം വരുള്ളൂ. ഒരാൾ കപ്പടിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുമല്ലോ. അപ്പൊ മേ ബി അർജുനാണ് കിട്ടിയതെങ്കിൽ ഞാൻ എക്സൈറ്റഡ് ആവും, ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആവും. ജിൻഡോക്ക് കിട്ടിയതിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. ബിക്കോസ് അങ്ങനെ പണ സോ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്യാത്ത ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് എന്നാണ് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് പറഞ്ഞു അർജുന് കപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി എക്സൈറ്റഡ് ആയേനെ, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തേനെ. സോ അണ്ണന് എക്സൈറ്റ്മെന്റ് വരാൻ വേണ്ടിട്ട് ഇപ്പൊ നമുക്ക് അവിടെ വന്നിട്ട് ചിയർ ഗേൾസിനെ കൊണ്ട് ഡാൻസ് നടത്താനോ ക്യാമറ നടത്താനോ ഒന്നും പറ്റില്ല. സോ അക്സെപ്റ്റ് ഫെയിലിയർ ആൻഡ് മൂവ് ഓൺ ബ്രോ. ഇനിയും ലൈഫില്ലേ, ബിഗ് ബോസ് മാത്രമല്ല ലൈഫ് കഴിഞ്ഞില്ലേ. ഇപ്പൊ അതിനെക്കുറിച്ച് വീഡിയോസ് ഇടുന്നവർ വരെ നിർത്തിയപ്പോൾ സായി വീണ്ടും അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പൊ സായി ഇതൊക്കെ നിർത്തിയിട്ട് നാട്ടിലുള്ള വേറെ ആൾക്കാരെ കുറ്റവും കുറവും പരദൂഷണം ഒക്കെ പറഞ്ഞിട്ട് പോണം. ഇപ്പൊ നമ്മുടെ സിജോ നമ്മൾ പറഞ്ഞു കിട്ടാത്ത മുന്തിരി പൊളിക്കും, അങ്ങനെ ഒരു സിനിമ എടുക്കുകയാണെന്ന് വെച്ചാൽ സിജോ ഡയറക്ടറും നമ്മുടെ സായി ആയിട്ട് മെയിൻ നായകനും ആയിരിക്കും.